അമേരിക്ക യുദ്ധത്തിൻ്റെ രണ്ടാം നാൾ വന്നപ്പം അമേരിക്കയുടെ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ആ ഒരു വലിയ കപ്പലിനെ ലക്ഷ്യമാക്കുകയും 4ഓളം മിസൈലുകൾ അതിനുവേണ്ടി പായിപ്പിക്കുകയും ചെയ്ത് എന്ന IRGCയുടെ പുതിയ റിപ്പോർട്ട് വരികയാണ്. അതാണ് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തത്. പുതിയ കമാൻഡർ വന്നു, പുതിയ തീരുമാനങ്ങൾ വരുന്നു, പുതിയ ഒരുക്കങ്ങൾ നടത്തുന്നു, മിഡിൽ ഈസ്റ്റിൽ മുഴുവനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു വീഡിയോയിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് വരുന്നത്, അതിൻ്റെ മലയാളമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മലയാളം ഇങ്ങനെ വായിക്കാൻ പറ്റും. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിൻ്റെ പബ്ലിക് റിലേഷൻ അനൗൺസ്മെൻറ്റ് നമ്പർ 7. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ സായുധ സേനയുടെ അഭിമാനകരമായ നടപടികളെയും അമേരിക്കൻ സയനിസ്റ്റ് ശത്രു ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണത്തെയും തുടർന്ന് US ആർമിയുടെ എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ 4 ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടു എന്ന് IRGC റിപ്പോർട്ട് ചെയ്യുന്നു. ശത്രുവിൻ്റെ ക്ഷീണിതരായ സൈനിക കേന്ദ്രത്തിന് നേരെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ സായുധ സേന നടത്തിയ ശക്തമായ ആക്രമണങ്ങൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കരയും കടലും അധിനിവേശ ഭീകരരുടെ ശവക്കുഴിയായി മാറാൻ ഇനി ദിവസങ്ങൾ മാത്രമെന്ന് പറയുന്നു. ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പുതിയ കമാൻഡർ വന്നു കഴിഞ്ഞു. പുതിയ നേരത്തെ വന്ന മുജ്തബ കാംനൈ എന്ന് പറയുന്ന പുതിയൊരാളെ, അഥവാ മരിച്ചുപോയ ആയത്തുള്ള കാംനയുടെ മകനെ തന്നെയാണ് മയ്യത്ത് നിസ്കാരത്തിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനത്തേക്ക് അവരോധിച്ചിട്ടുള്ളത്. എല്ലാം കൊണ്ടും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവരോട് സപ്പോർട്ട് ചെയ്യുന്നവരുടെയും എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളും നിയമാനുസൃതമായി ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പുതിയ നമ്പർ 7 എന്ന് പറയുന്ന ഒരു അനൗൺസ്മെൻറ്റാണ് ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ട്വിറ്ററിൽ നമുക്കിതേ വാർത്തകൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൽ അത്ര കണ്ടിട്ട് 4 മിസൈലിൻ്റെ എണ്ണമേ ഉള്ളൂ. എന്താ എന്നുള്ളത് അപ്ഡേഷൻ വന്നിട്ടില്ല. അഥവാ മുങ്ങിയിട്ടുണ്ടോ, മുങ്ങാനായിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. മറ്റൊരു റിപ്പോർട്ട് പറയുന്നുണ്ട് എല്ലാം ഇൻട്രപ്റ്റ് ചെയ്തു എന്നുള്ളത്. അഥവാ ഈ ബാലിസ്റ്റിക് മിസൈലുകളെ അവിടെയുള്ള ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ഇതിൻ്റെ പ്രതിരോധം തീർക്കുന്ന മറ്റ് കപ്പലുകളിൽ നിന്ന് ഇൻട്രപ്റ്റ് ചെയ്തു അവിടെ കപ്പലിന് ഒരു പരിക്കിൽ അത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്നുള്ളത് ഇപ്പം യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഫേക്ക് ന്യൂസ് കണ്ടമാനം വരുന്നുണ്ട്. എന്നാലും ഒരു വിഭാഗം പറയുന്നുണ്ട് മിസൈൽ ആ കപ്പലിൽ പതിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് വരുമ്പം IRGCയുടെ റിപ്പോർട്ട് ബലവത്തായി. കാരണം ഇവരങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലക്ഷ്യം കാണുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും കാത്തിരുന്ന് കാണണം എന്തൊക്കെയാണ് ഈ അബ്രഹാം ലിങ്കന് സംഭവിച്ചതെന്നുള്ളത്. അബ്രഹാം ലിങ്കന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് അവരുടെ സ്റ്റാറ്റസ് സിമ്പലായിട്ട് കൊണ്ടെടുക്കുന്നതാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്ക വലിയ രൂപത്തിൽ പിന്നാക്കം പോകാനോ അല്ലെങ്കിൽ മറ്റൊരു മുറ സ്വീകരിക്കാനോ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും അബ്രഹാം ലിങ്കൻ്റെ നേർക്കുള്ള ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞു. നമ്മൾ ഇത്രയും നേരം നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരുന്നത് എന്താണ് ഇങ്ങനൊരു കപ്പൽ ആക്രമണം നടത്താതെ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ പലർക്കും ഇടയിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊരു മറുപടിയായിട്ട് 4 ബാലിസ്റ്റിക് മിസൈൽ അവരുപയോഗിച്ചു. അതിൽ 4 എണ്ണത്തിൽ 2 എണ്ണം അതിനെ ഏറ്റുവെന്നും 2 എണ്ണം അത് അവിടെ ആകാശത്ത് വെച്ച് തന്നെ കരിച്ചു കളഞ്ഞു, പ്രതിരോധം സൃഷ്ടിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഒരുപാട് വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എന്താണെങ്കിലും അനുബന്ധമായ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത് സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ കപ്പൽ മുങ്ങിയോ ഇല്ലയോ എന്നുള്ളത് പുറത്ത് വിട്ടിട്ടില്ല. ഇനി വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും വളരെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് നമ്മളെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്താണെങ്കിലും വലിയൊരു വില നൽകേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. US മിലിറ്ററി ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരീകരണം ഇത്രയും സമയമായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. എന്താണെങ്കിലും അബ്രഹാം ലിങ്കനെ കൊണ്ടിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നമുക്കിവിടെ വീഡിയോ അവസാനിപ്പിക്കാം. പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.